എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവ് നമുക്ക് നൽകി തന്ന പുതിയ ആഴ്ച ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് കൃപ തന്നല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്, അതേറ്റവും നല്ലൊരു സ്ഥലമാണ്. എന്നാൽ അവിടെ ഒന്നും വളരുന്നില്ല. ഒരു കഴുകൻ്റെ കുഞ്ഞ് വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആ തള്ളക്കഴുകൻ ചെയ്യുന്നത് അതിനെ കൂട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. കാരണം അത് ആ കൂട് ഒരു കംഫർട്ട് സോണാണ്. മനുഷ്യരായ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും, നമ്മൾ അറിഞ്ഞിട്ടും ചെയ്യാത്ത പല കാര്യങ്ങളും സകല ജീവികളും ചെയ്യുന്നുണ്ട്. കോഴി തന്നെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം അരി, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് അരി പൊട്ടിച്ച് വായിൽ വെച്ച് കൊടുക്കും. അടുത്തത് കുറച്ചടുത്ത വളർച്ചയിൽ അതൊന്ന് ചിക്കിയിട്ട് ആ താഴെ കാണുന്ന പുഴുക്കളെയും ചെതലിനെയും കൊടുക്കും. വലിയ പുഴുക്കളാണെങ്കിൽ അതിനെ കൊത്തി കൊന്നിട്ട് ഇട്ട് കൊടുക്കും. അടുത്തത് ഞാൻ പോകുന്നിടത്ത് വന്ന് വേണമെങ്കിൽ ചിക്കി തിന്നോളാൻ പറയും. അങ്ങനെ അവിടെ വന്ന് അവർ ഈ അമ്മ ചിക്കുന്നത് പോലെ ചിക്കും. അങ്ങനെ കാലുകൊണ്ട് മാന്തി ആ ഏരിയയിലുള്ളത് അവർക്ക് പറ്റുന്നത് പോലെ മാന്തിയെടുക്കും. കിട്ടിയില്ലെങ്കിൽ അമ്മ മാന്തിയിൽ നിന്ന് ഇടക്കൊക്കെ പോയി തിന്നും. അപ്പോഴേക്ക് ഇവർ കാക്കയും പരുന്തും ഒക്കെ റാഞ്ചാൻ പറ്റാത്ത പരുവത്തിൽ വലിയ ആൾക്കാരാവും. വലിയ ആൾക്കാരായാൽ പിന്നെ അടുത്തത് അമ്മ ചെയ്യുന്നത്, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ടാണ്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. കഴിഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ വഴി, ഞാൻ എൻ്റെ വഴി. അതുകൊണ്ട് ആ തള്ളക്കോഴിക്കും തന്തക്കോഴിക്കും വീണ്ടും ജീവിതം ഉണ്ടാകുകയാണ്. അവർ വീണ്ടും അടുത്ത ജനറേഷനെ ഒരുക്കുകയാണ്. ആദ്യത്തെ ആ ജനറേഷൻ അവരവരുടെ വഴിക്ക് പോയി, അവരും അതുപോലെ ആയിത്തീർന്നു. അവരും അടുത്ത ജനറേഷനെ ട്രെയിൻ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠം. എന്നാൽ മനുഷ്യനെ നോക്കിയേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും ഒക്കെ വീട്ടിലിരിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സഹിക്കാം. എന്നാൽ ഡിഗ്രി കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും വെറുതെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് സീരിയലും കണ്ട് മൊബൈലും നോക്കിയിരിക്കുന്നവർ നമ്മുടെ വീടുകളിൽ ഒത്തിരിയുണ്ട്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ പറയും, പിള്ളേരല്ലേ, ഞങ്ങളുള്ള കാലം വരെ അവരങ്ങനെ ജീവിക്കട്ടെ. നമ്മളവരെ നശിപ്പിക്കുകയാണ്. കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്തതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്ത ഏറ്റവും വലിയ ദോഷം. ഒത്തിരി രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ ചെന്നാൽ കൊച്ചു പ്രായത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകും. അവരുടെ കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അവർ തന്നെ കണ്ടെത്തും. അതുകൊണ്ട് അവർക്ക് പറ്റിയത്, അവർക്ക് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ ജീവിക്കാനുള്ള പ്രാപ്തിയായി, അവർ പ്രാപ്തരായി മാറുകയാണ്. നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ പ്രാപ്തിയില്ല. പ്രാപ്തി എന്നുള്ളത് ജീവിത അനുഭവത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കളെ പുറത്തിറക്കിയില്ലെങ്കിൽ അവർ നശിച്ചു പോവുകയാണ്. അവർക്ക് ഭാവിയില്ലാതെ പോകും. നമ്മൾ പറയും, ഞങ്ങളെ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പിള്ളേർക്ക് ആ ഗതി വരരുത്. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം. അവരെ സ്വതന്ത്രമായി വിടുക, അവരെ ജീവിക്കാൻ പഠിപ്പിക്കുക, അവരെ പട്ടിണി കിടക്കാൻ പഠിപ്പിക്കുക, അവരെ കരയാൻ പഠിപ്പിക്കുക, അവരെ നിലവിളിക്കാൻ പഠിപ്പിക്കുക, അവരെ ആ കടക്കിണിയിലൂടെ പോകാൻ അനുവദിക്കുക, അവരെ വെറുതെ വിടുക. അവർ ജീവിത അനുഭവത്തിലൂടെ കയറി ഇറങ്ങി നമ്മേക്കാൾ ശക്തരായി മാറാൻ, പ്രാപ്തരായി മാറാൻ ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ് ഇതെല്ലാം. അതുകൊണ്ട് കംഫർട്ട് സോണിൽ ആരെയും പ്രോത്സാഹിപ്പിക്കരുത്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് അവരെ കേൾപ്പിക്കുക. അവർ നശിച്ചു പോകരുത്. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് സഹായിക്കാൻ ആരുമില്ല. അപ്പൻ മദ്യപാനിയാണ്, വീട്ടിൽ നിന്ന് കിട്ടാനായിട്ട് യാതൊരു മാർഗവുമില്ല. അപ്പോൾ ജീവിതത്തിൽ
ജീവിക്കാതെ നിവൃത്തിയില്ല. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ തന്നെ ജോലിയിലേക്ക് കയറാനുള്ള വഴികളൊക്കെ ദൈവം തുറന്നു. അല്ലെങ്കിൽ ജോലിയിലേക്ക് കയറാനുള്ള ഒരു പരിശ്രമം കൊച്ചുപ്രായത്തിലേ ഉണ്ടായി. എങ്ങനെ ഒരു ജോലി സ്വന്തമാക്കണം, എങ്ങനെ ജീവിച്ചേ മതിയാകും. അങ്ങനെ ജീവിതത്തിൽ വന്ന ആ പ്രശ്നങ്ങളാണ് കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും അനുഗ്രഹിക്കപ്പെടാനും കാരണമായത്. ഇന്ന് അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കൾ മദ്യപാനത്തിലും മക്കളെ കരുതാതെ പോയതിലും ഒക്കെ ഇന്ന് പരാതിയില്ല. കാരണം അതുകൊണ്ട് എന്ത് പറ്റി? അനുഗ്രഹിക്കപ്പെടാൻ പറ്റി. ഈ സത്യങ്ങൾ നിങ്ങൾ അറിയുക. നമുക്ക് റോമാലേഖനത്തിലേക്ക് ഇന്ന് പകലിൽ വീണ്ടും കടന്നു വരാം. റോമാലേഖനം 2-ാം അധ്യായത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 21ഉം 22ഉം. അങ്ങനെ മറ്റൊരുത്തനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? അപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ അത് പ്രാക്ടീസ് ചെയ്യാതെ ഉപദേശിക്കരുത് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. നീ പഠിപ്പിക്കുന്ന കാര്യം, നീ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യം, നീ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണോ? അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നാം തന്നെ ശരിയാകണം. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പ്രാക്ടീസ് ഇല്ലാത്ത പ്രീച്ചിങ് ആണ്. പ്രാക്ടീസ് ഇല്ല, വെറും പ്രസംഗം മാത്രമേ ഉള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയും, സ്വന്തം ജീവിതത്തിലില്ല. ജനങ്ങൾ നന്നായാലും പ്രസംഗിക്കുന്നവർ നന്നാകുന്നില്ല. ഇതാണ് ഈ തലമുറയിലെയും എല്ലാ തലമുറയിലെയും പ്രശ്നം. അപ്പോൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം പരിശോധിക്കുക. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണമെന്ന്. ഞാനിന്ന് വിശ്വാസത്തിലാണോ? ഒരു സഭയിൽ പോകുന്നുണ്ട്, ഇറങ്ങിത്തിരിച്ച കാലത്ത് വിശ്വാസം ഉണ്ടായി. അതുപോരാ, ഇന്ന് വന്നിരിക്കുന്ന മലയെ നേരിടാൻ, അതിനെ കടലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റിയ വിശ്വാസം ഇന്നുണ്ടോ? ഇന്നലകളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ന് വിശ്വാസമുണ്ടോ? അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. നിങ്ങൾ വിശ്വാസത്തിലാണോ? ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾ വിശ്വാസത്തിലാണോ? എബ്രായലേഖനം 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ഇംഗ്ലീഷിൽ പറയുന്നു നൗ ഫെയ്ത്ത് ഈസ്, KJV കൊടുത്തിട്ടുണ്ട് നൗ ഫെയ്ത്ത്, ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഇന്നലെയിലെ വിശ്വാസം പോരാ, ഇപ്പോൾ വിശ്വാസമുണ്ടോ? ഇന്നലകളിൽ വന്ന വിഷയത്തെ നേരിട്ടത് ഇന്നലകളിലെ വിശ്വാസമാണ്. ഇന്ന് വരുന്ന വിഷയത്തെ നേരിടുന്നത് ഇന്നുകളുടെ വിശ്വാസമാണ്. നിങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിലിരിക്കുന്നുവോ? അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിലാണോ എന്ന് നമ്മെ പരിശോധിക്കണം. അടുത്ത കാര്യം, യാക്കോബിൻ്റെ ലേഖനം 1:22 വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ ചെയ്യുന്നവരായിരിപ്പിൻ. വചനം കേൾക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷേ അത് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. അപ്പോൾ ബൈബിൾ അറിയാം, പ്രസംഗം അറിയാം, എന്നാൽ അത് പോരാ, എഴുതിയെടുത്താൽ പോരാ, പ്രാക്ടീസ് ചെയ്യണം. ദൈവവചനം പ്രാക്ടീസ് ചെയ്യണം. അടുത്തത്, ഇരട്ട ജീവിതം ദൈവത്തിന് ഇഷ്ടമല്ല. ഇരു തോണിയിൽ കാലി വെക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. മത്തായി 23:3 അവർ പറയുന്നത് ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ ചെയ്യരുത്. യേശു പറയുകയാണ്.
പരീശന്മാരും ശാസ്ത്രിമാരും അവർ പറയുന്നത് ചെയ്തോ, എന്നാൽ അവരുടെ ജീവിതം മോഡലാക്കരുത്. അവർ പറയുന്നത് കൃത്യമാണ്. ഇന്നും ഇത് തുടരുന്നുണ്ട്. പരീശന്മാരുടെ അടുത്ത ജനറേഷൻ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു പരീശനാകാം, ഇടയ്ക്ക് നിങ്ങൾ പരീശരാകാം. കാരണം പറയുന്നത് ജീവിതവുമായിട്ട് ബന്ധമില്ല. ഭയങ്കര അപകടമാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുന്നവർ സ്നേഹിച്ചുകൊണ്ട് പറയണം. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നവർക്ക് വിശ്വാസമുണ്ടാകണം. പ്രാർത്ഥന ജീവിതം പഠിപ്പിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥന പഠിപ്പിച്ചാൽ കേൾക്കുന്നയാൾ 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥന പഠിപ്പിച്ചാൽ കേൾക്കുന്ന ഒരാൾ 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കും. എന്നാൽ പ്രാർത്ഥന ജീവിതമില്ലാത്ത വ്യക്തി പ്രാർത്ഥന പഠിപ്പിച്ചാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇനി അടുത്തത്, വളരെ പ്രാർത്ഥനാ ജീവിതമുണ്ട്, 4-5 മണിക്കൂർ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഠിപ്പിച്ചില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നമ്മൾ കരയും, പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തോന്നും. കാരണം അദ്ദേഹം ചുമക്കുന്നത് പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. ഈ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നമ്മൾ ചുമക്കുന്നതേ മറ്റുള്ളവർക്ക് കൈമാറാൻ കഴിയൂ. നമ്മൾ ചുമക്കണം. നമ്മുടെ വെള്ളം നമ്മൾ ചുമക്കാൻ തുടങ്ങുമ്പോഴാണ് ഓരോ തുള്ളിയുടെയും വില നമ്മൾ അറിയുന്നത്. ഓ, ഇത്രയും ഞാൻ ചുമന്നില്ലേ. അതിനെല്ലാം നമുക്ക് തന്നെ ഒരു വില തോന്നും. നമ്മൾ വില മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളതിന് വില കൽപ്പിക്കും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അതിൽ വിജയിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് വിജയിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോയി ക്ലാസ് എടുക്കാനൊന്നും എടുക്കണ്ട. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യം. ഒരിക്കലും വ്യായാമം ചെയ്യാത്ത വ്യക്തികൾ മറ്റുള്ളവരോട് നടക്കാൻ പോകണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതുപോലെയുള്ളു. ഒരു കറിയും വെക്കാൻ അറിയില്ല. യൂട്യൂബിൽ നോക്കി കറി ഉണ്ടാക്കണത് കണ്ടിട്ട് കറി ഉണ്ടാക്കണത് പറയുന്നത് പോലെ ഇരിക്കും. ഓ, ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതായത് തപാല് മാർഗം നീന്തൽ പഠിച്ചതുപോലെ. സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, തപാല് മാർഗം പഠിച്ചതാണ്. എന്നാൽ വെള്ളത്തിൽ വീണാൽ പൊങ്ങൂല്ല, അത് അടിയിലോട്ട് പോകും. അങ്ങനത്തെ നീന്തലുകാർ ആയി തീരാനല്ല ദൈവം നമ്മെ വിളിച്ചത്. പ്രാക്ടിക്കലായിട്ട് നീന്തൽ അറിയാകുന്ന ഒരു വ്യക്തി, നീന്തലിനെ കുറിച്ച് പോയിന്റ് ഒന്നും പറയണ്ട, അവരെന്ത് പറഞ്ഞാലും ജനങ്ങളെ തൊടും. കാരണം നീന്തലിനെ കുറിച്ച് പറയുന്നത് അവരെന്ത് പറഞ്ഞാലും അതത്ര കൃത്യമാണ്. അതിനെ പറയാൻ നല്ല വാക്ചാതുര്യം വേണ്ട. അത് പറയാനായിട്ട് വലിയ PhD എടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും പഠിച്ചതും മറ്റുള്ളവർക്ക് കൈമാറുന്നവരായി മാറട്ടെ. പ്രാർത്ഥനാ ജീവിതം വീട്ടിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം പ്രാർത്ഥിക്കുന്നവരാണോ, സ്വയം വിശ്വസിക്കുന്നവരാണോ, ആ ഒരളവിലേക്ക് അവർ വരട്ടെ. ഈ മക്കളെ അതിനായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ കൃപ ലഭിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. എല്ലാവർക്കും ധാരാളം കൃപയുണ്ടാകട്ടെ. കർത്താവ് ബലപ്പെടുത്തും. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തു
നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, യേശു എന്നെ നന്നായി അറിയുന്നവൻ, യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ, യേശു എന്നെ നന്നായി അറിയുന്നവൻ, യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ചേർന്ന് യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശു യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും